നമസ്കാരം, ഹാരിസ് ആണ് ചാനൽ ആർബിയിൽ നിന്ന്. ദിവസങ്ങൾക്ക് മുമ്പ് ചാനൽ ആർബി ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. കാസർഗോഡ് നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും പുതിയ ബസ് സ്റ്റാൻഡിലും ഉള്ള മാലിന്യങ്ങളെക്കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ. പ്രത്യേകിച്ചും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഫസ്റ്റ് ഫ്ലോറിലെയും സെക്കൻഡ് ഫ്ലോറിലെയും ടോയ്ലറ്റ് ബ്ലോക്കുകൾ പൂർണ്ണമായും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പരിസരത്തൊക്കെയും മാലിന്യങ്ങളാണ്. ഇതൊക്കെയും അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിങ്ങളിലേക്ക് വീഡിയോകൾ എത്തിച്ചത്. എന്നാൽ ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു, ഇതിന്മേൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് കാസർഗോഡ് നഗരസഭയുടെയും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡിൽ പരിശോധനയ്ക്കെത്തി. അവർ പൂർണ്ണമായും ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായി വിശദമായി തന്നെ പരിശോധിച്ചു. എത്ര ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട് എന്നുള്ളതാണ് അവർ പരിശോധിച്ചത്. ഈ ടോയ്ലറ്റ് ബ്ലോക്കുകളിലൊക്കെ എത്രത്തോളം മാലിന്യങ്ങളുണ്ട് എന്നുള്ളത് അവർ നേരിട്ട് കണ്ടു. പൂർണ്ണമായും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടിടുന്നതിന് വേദി ഒരുക്കിയാൽ ഇത് നഗരസഭയ്ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും, പിഴ അടക്കം ചുമത്തും എന്നുള്ള രീതിയിലുള്ള അന്ത്യശാസനം അവർ നൽകിയിരിക്കുന്നു. മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള നടപടി നഗരസഭ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായത്. അത് കൂടാതെ നഗരസഭയോട് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, മാലിന്യങ്ങൾ കൊണ്ടിടുന്ന കടക്കാർക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യം അവർ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെ മാലിന്യം കൊണ്ടിടുന്ന കടക്കാരുണ്ടെങ്കിൽ ആ കടക്കാർക്കെതിരെ ഫൈൻ അടക്കമുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വ്യാപാരികളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിലോ അല്ലെങ്കിൽ പരിസരത്തോ വരാന്തയിലോ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തോ നിങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ നടപടിയാണ് ഇന്ന് സ്വീകരിക്കാൻ പോകുന്നത്. ഫൈൻ അടക്കമുള്ള ഭീകരമായ രീതിയിൽ വലിയ പിഴ അടക്കം ചുമത്തുന്ന നടപടികൾ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതുകൊണ്ട് പരിസരവും വൃത്തിയുള്ളതും ശുചിത്വമുള്ളതും ആക്കേണ്ട ചുമതല ഓരോരുത്തർക്കുമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഫർദറായിട്ട് കടക്കാരോട് കൊണ്ടുവരികയാണ്. എല്ലാ കടക്കാർക്കും നമ്മൾ വാണിംഗ് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അതിലിങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ശക്തമായ നടപടി, ഫൈനടക്കമുള്ള നടപടി ഉണ്ടാകും നമുക്ക് പറയാം. പിന്നെ അവർക്കപ്പോൾ വേസ്റ്റ് ഇടാനുള്ള സംവിധാനം ആയി കൊടുക്കാം. പ്ലാസ്റ്റിക് എല്ലാ കടക്കാരോടും നമ്മൾ ഇന്ന് തന്നെ പറയാം. ഓരോ കടക്കാരോടും മുഴുവൻ പ്ലാസ്റ്റിക്കും അവർ വെച്ച് കൊടുക്കുന്നത് ഏതായാലും 3 രൂപ കൊടുക്കുന്നുണ്ട് കടക്കാർ. ആ സമയത്ത് പ്ലാസ്റ്റിക്കും ഹരിത കർമ്മസേനയ്ക്ക് തന്നെ കൊടുത്താൽ ആ വിഷയം ഒഴിവാകും. പിന്നെ അവർക്കുള്ളത് ജൈവാവശിഷ്ടം വളരെ കുറവായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബയോഗിന് എന്തായാലും സ്ഥാപിക്കുക, 2 സ്ഥാപിക്കുക. പക്ഷേ അതിന് കൂടി ആ കൂടുതൽ അവർ പറയുന്നു. പ്ലാസ്റ്റിക് എല്ലാം പുറത്തന്നെ 2 വെച്ചില്ല. എല്ലാവരും നമ്മുടെ പരിസരവും നമ്മുടെ ബസ് സ്റ്റാൻഡും ശുചിത്വമുള്ളതാക്കുക. നമ്മളെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ അടിയന്തരമായി ശുചീകരിച്ച് മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് അത് പൊതുജനത്തിന്, വ്യാപാരികൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉടനെ മാറ്റം വരുത്തും എന്നുള്ള രീതിയിലുള്ള ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. ഏതുകൊണ്ടും ചാനൽ ആർബി ചെയ്ത വാർത്തയിന്മേൽ നടപടി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. നടപടി സ്വീകരിക്കേണ്ടത് അത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും അവർ നടപടികൾ സ്വീകരിക്കുക. നമ്മുടെ പരിസരവും നമ്മുടെ ജില്ലയും പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമാകാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ ജില്ല പൂർണ്ണമായും മാലിന്യമുക്തമുള്ള ജില്ലയാക്കി മാറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. മുനിസിപ്പാലിറ്റിക്കായാലും പഞ്ചായത്തിനായാലും നമ്മളെല്ലാവരും കൂടി പൂർണ്ണ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, നമസ്കാരം.